ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ബഥേലിലെ പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജെറോബോവിൻ്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു, ആമോസ്, നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിൻ്റെ മധ്യേ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അവൻ്റെ വാക്കുകൾ പൊറുക്കാൻ നാടിന് കഴിയുന്നില്ല. കാരണം ജെറോബോം വാളിനിരയാവും. ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോകും എന്ന് ആമോസ് പറയുന്നു. അമാസിയ ആമോസിനോട് പറഞ്ഞു, ദീർഘദർശി, യൂദാ നാട്ടിലേക്ക് ഓടുക, അവിടെ പ്രവചിച്ച് അഹർവൃത്തി കഴിച്ചുകൊള്ളുക. ഇനിമേൽ ബഥേലിൽ പ്രവേശിക്കരുത്. ഇത് രാജാവിൻ്റെ ശ്രീകോവിലും രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ്. ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകപുത്രനുമല്ല, ആട്ടിടയനാണ്. സിക്കമൂർ മരം വെട്ടിയൊരുക്കുകയാണ് എൻ്റെ ജോലി. ആടുമേയിച്ച് നടന്ന എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ജനമായി ഇസ്രായേൽ ചെന്ന് പ്രവചിക്കുക. അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുക. ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസ്ഹാക്കിൻ്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ ഭാര്യ നഗരത്തിൽ വേശ്യയായി തീരും. നിൻ്റെ പുത്രന്മാരും പുത്രികളും വാളിനിരയാകും. ഭൂമി അളന്നു പങ്കിടും. അശുദ്ധ ദേശത്ത് കിടന്ന് നീ മരിക്കും. ഇസ്രായേൽ തീർച്ചയായും ദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകും. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി.